ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണേ ഇതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഗോളിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആരും എന്താ പറയുക, വെറുതെ നിങ്ങളെ കിട്ടിയൊരു ചാൻസ് സെലക്ഷൻ കോൺട്രാക്ട് വെറുതെ കളയരുത്. അതുപോലെ തന്നെ മച്ചാമാരെ നമ്മുടെ റൊണാൾഡോയുടെ കാർഡിനെ പറ്റിയും പറയാട്ടോ, നമ്മുടെ നാഷണൽ ടീമിനെ പറ്റി. അപ്പോൾ മച്ചാമാരെ നമുക്ക് വീട്ടിലോട്ട് തന്നെ നേരിട്ട് കിടക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് പറയാൻ പോണത്, നമ്മൾ ഇന്ന് 3 ഗോൾ കീപ്പർ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് നമ്മുടെ പിക്ഫോർഡിനെയും അതുപോലെ ലിവാക്കോവിക്കിനെയും അതുപോലെ തന്നെ ഡിയോഗോ കോസ്റ്റനെയും. കാരണം വേറൊന്നുമല്ല, ലാസ്റ്റ് ഇരിക്കുന്ന ഗോളിൻ്റെ വെച്ച് വേറൊരു പ്രശ്നം വെച്ചാൽ ഹൈറ്റ് ഏറ്റവും കൂടിയൊരു ഗോളിയാണ്. പക്ഷേ മച്ചാവരെ നിങ്ങൾ ആരും ആ ഒരു ഗോളിന് എടുക്കേണ്ട, കാരണം അതിൻ്റെ ആട്രിബ്യൂട്ടും കാര്യങ്ങളും നോക്കുമ്പോൾ അതിനെപ്പറ്റി വലിയ കാര്യമായ രീതിയിലില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഓൾറെഡി ഇവിടെ 2 ഫോമിൽ കാണിക്കുന്നുണ്ട്. പിക്ഫോർഡിൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ കാണിച്ചത് ഒരു ഇതെന്ന് വെച്ചാൽ മച്ചാമാരെ മാനുവൽ ന്യൂറിനെ പോലെയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാനുവൽ ന്യൂറാണ്, സാധാ GP റിലേറ്റഡ്. അപ്പം എനിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കുറേ മാച്ചസ് എല്ലാം ഡിവിഷൻ മാച്ച് ആയിക്കോട്ടെ, എന്താ പറയുക, എനിക്ക് അത്യാവശ്യം നല്ലൊരു ഗോളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പിക്ഫോർഡിൻ്റെ ഒരു ഗോളിയാണ്. ഞാൻ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അവയർനെസ് ആയാലും ക്യാച്ചിങ് ആയാലും പിന്നെ റിഫ്ലക്സ് ആയാലും. പിന്നെ നിങ്ങൾക്കറിയാം ഗൈസ്, ഇടയ്ക്കൊക്കെ ഒന്ന് ചിലപ്പോൾ കയറി വരാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും ഈ ഒരു ഗോളിക്ക്. അതുപോലെ വെച്ചാൽ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിവോക്കോവിച്ചാണ് മറ്റൊരു നല്ലൊരു ഗോളി. കാരണം എന്ന് വെച്ചാൽ ആളുടെ നോക്കിയാലും അവയർനെസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ വെച്ചാൽ കണ്ടീഷൻ ഹിസ്റ്ററിയൊക്കെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എയിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കറിയാം, നോക്കി ഇപ്പോൾ C പൊസിഷൻ അങ്ങനെ കിടക്കുവാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിയോഗോ കോസ്റ്റയാണ് വെച്ചാൽ വരെ. പിന്നെ അവർ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എടുക്കുക, മൈനസും പ്ലസ് പോയിന്റ്സ് ഒക്കെ എന്താണെന്ന് നോക്കിയിട്ട്. അതുപോലെ വെച്ചാൽ നമ്മുടെ ഈ ഒരു 3 കാർഡുകൾ മാത്രം നിങ്ങൾ സ്പെക്യുലേറ്റ് ചെയ്തെടുത്താൽ മതി നിങ്ങളുടെ ടീമിനനുസരിച്ച്. പിന്നെ ഞാനെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ നാഷണൽ ടീമിൻ്റെ ജസ്റ്റ് ഇപ്പം ഞാൻ കണ്ടപ്പോൾ ഇത് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ ഞാനിപ്പം ജസ്റ്റ് നമ്മുടെ സ്മൈക്കിളിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ലൊരു ഗോളി എന്ന് പറയുന്നത് നമ്മുടെ ലിവോക്കോവിക്കും പിക്ഫോർഡുമാണ്. പിന്നെ 3-ാം സ്ഥാനത്താണ് നമ്മുടെ ഡിയോഗോ കോസ്റ്റ. അപ്പോൾ മച്ചാൻ ഇന്നത്തേക്ക് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ചെറിയതായിട്ടുള്ള വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ മാറ്റിയതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഗോളി ഏതാണെന്നും ജസ്റ്റ് മാനേജർ ഏതാണെന്നും. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ജസ്റ്റ് കമൻറ്റിനനുസരിച്ച് റിപ്ലൈക്ക് അനുസരിച്ച് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗോളിനെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ നോക്കാം. അതുപോലെ ഈ ഒരു നിങ്ങൾ ഏത് എടുക്കും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അത് ഏറ്റവും കൂടുതൽ ആരാ വരുന്നത് നമുക്ക് നോക്കാം. അതുപോലെ മച്ചാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഇന്നലെ ലൈവ് വന്നിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.